ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു ഡേ 2 ഓഫ് മൈ വ്ളോഗിങ് സീരീസ്. അപ്പോൾ എഴുന്നേറ്റു, പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നതായിരുന്നു. ഇപ്പോൾ നാസിം വരുന്നുണ്ട് എൻ്റെ ഒപ്പം. ഇപ്പം ഇറങ്ങണം. അപ്പോൾ എന്തായാലും ഇനി ബസ്സിലാണ് പോണേ. എന്തായാലും എയർപോർട്ടിലെത്തിയിട്ട് കാണാം. ബിക്കോസ് എന്തായാലും എയർപോർട്ടിലെത്തി എയർപോർട്ടിലെ ബോർഡിങ് കഴിഞ്ഞ് വരെ കാണാം. ബിക്കോസ് ഈ എല്ലാ പ്രോസസ്സും നിങ്ങളെല്ലാവരും കാണുന്നതല്ല. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഐ വിൽ കം ബാക്ക്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. ബസ്സിൽ കയറി. ഇവിടെ ഡയറക്റ്റ് ബസ്സുണ്ട് അടുത്ത ഡെപ്പോന്ന്. അപ്പോൾ അതുകൊണ്ട് വലിയ ഇഷ്യൂ ഇല്ല, നമുക്ക് വേറെ ബസ്സിൽ കയറിയാൽ മതി. പിന്നെയെന്ന് പറഞ്ഞാൽ നാട്ടിൽ 10 മണിക്ക് എത്താം. മുംബൈ ആണ്, ടർക്കി മുംബൈ. അങ്ങനെ ഭക്ഷണം കഴിച്ചില്ല. ഇതിന് ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ടാവും. പിന്നെ എനിക്ക് ലോഞ്ച് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ലോഞ്ചുണ്ട്. എന്തായാലും എയർപോർട്ടിലെത്തിയിട്ട് പിന്നെ ബസ് കാണിക്കാനാണ് പിന്നെ വ്ളോഗ് എടുത്തത്. ബസ് ഉണ്ടെന്നൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ. എല്ലാവർക്കും അറിയാമായിരിക്കും, പുതിയ വരുന്ന ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അറിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും എയർപോർട്ടിൽ എത്തി. ചെക്കൻ ഈ ബസ്സിൽ തന്നെ തിരിച്ചു പോവാണ്. ഉണ്ട്, അവൻ വരണില്ല ഗൈസ്. അപ്പോൾ എയർപോർട്ടിലെത്തിയായിരുന്നു. അപ്പോൾ നല്ല തിരക്കുണ്ട്. എന്തായാലും നേരത്തെ തൊണ്ട് വലിയ വിഷയമില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഇനി തീർന്നിട്ട് കാണാം. പിന്നെ ഇവിടെ എന്തെങ്കിലും വള്ളികളുണ്ടാവും, എന്തെങ്കിലുമൊക്കെ വെയിറ്റിൻ്റെ കൂടെ അറിയില്ല. എന്തായാലും ഹോപ്പ് ദി ബെസ്റ്റ് ഗൈസ്. ബോർഡിങ് കാലൊക്കെ തീർന്നു. ഇനി എന്തായാലും പോകണമെങ്കിൽ എന്തായാലും കുറച്ചധികം സമയമുണ്ട്. കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്. ഇന്നലത്തെ കുറച്ച് അലുപല പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഫ്ലൈറ്റിലൊക്കെ എത്തിയിട്ട് കാണാം. പിന്നെ പറഞ്ഞല്ലോ, വ്ളോഗ് അറിയില്ല, അപ്പോൾ എന്താ പറയട്ടെ, ഇതൊരു ഐഡിയ ഇല്ല. അതിനെ എൻഡ് ചെയ്യുക. കുറേ റെഫറൻസുകളിലൊക്കെ കണ്ടു. എന്തായാലും യൂട്യൂബിലിടാനുള്ള മൈൻഡാണ്. ബിക്കോസ് നമുക്ക് കംഫർട്ട് സോണിൽ നിന്ന് മാറിയത്. ബിക്കോസ് ഭയങ്കര ഡിസ്കംഫർട്ടായിരുന്നു യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചത്. ചെറിയ ചെറിയ ഷോർട്ടൊക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് യൂട്യൂബിൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഫ്ലൈറ്റിലെത്തിയിട്ട് ഫുഡുണ്ട്, വിശക്കുന്നുണ്ട്. നമുക്കെന്തായാലും ഫുഡ് ഉണ്ടാവും ഇല്ലെന്ന്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ എന്തായാലും നാളെ നാട്ടിലെത്തിയിട്ട് ഇടാനുള്ള പ്ലാനാണ്. ബിക്കോസ് 2 ദിവസം ഗ്യാപ്പ് ഇട്ട് പിന്നെ ഒരു റിലീഫ് ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ പ്രഷർ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് 2 ദിവസം ഇടവിട്ടിടാമെന്ന്. ഇടവിട്ടല്ല, 14-ാം തീയതി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ടൈമുണ്ടോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ. ഇനി അത് എഡിറ്റ് ചെയ്യണം, ഒരു തംബ്നെയിൽ ഉണ്ടാക്കണം. പിന്നെ ഇന്നത്തെ വീഡിയോസ് എടുത്ത് കുറച്ചൊന്ന് റഫ് കട്ട് ചെയ്ത് വയ്ക്കണം. പിന്നെ ഗെയിറ്റിന് മുമ്പിൽ തന്നെ ഇരിക്കണേ. അപ്പോൾ വലിയ സീനില്ല. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, സംസാരിക്കാത്തതിൻ്റെ ആ ഒരു കുറേ നാളിങ്ങനെ ലോങ് ആയിട്ട് സംസാരിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഒരു തപ്പലുണ്ട്. ഞാൻ ഇങ്ങനെ വീഡിയോസും കൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ എന്തായാലും ഇതൊക്കെ തീർന്നിട്ട് കാണാം. എന്തായാലും ഈ വീഡിയോ വരുമ്പോൾ എന്തായാലും ഇത് അപ്പായിട്ടുണ്ടാവും. ഒന്ന് എഡിറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് വരാം. ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. കുറച്ച് നേരം എടുക്കും, ലേറ്റായി. എന്തായാലും ഫുഡ് കഴിക്കണം. തിരക്കുണ്ട്. എനിക്ക് ഒരു കുറേ പേര് ടർക്കിക്കുള്ളതാന്ന് തോന്നുന്നു. അങ്ങനെ എന്തായാലും പറഞ്ഞ പോലെ ഫുൾ മഞ്ഞാണ് പുറത്ത്. വേറൊരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്, ക്രിക്കറ്റിലെ സാധനം. ഇനി എന്തായാലും എൻ്റെ വിഷ്വൽസ് കിട്ടുമെന്ന് നോക്കാം. ടി വി ഉണ്ട്. ഞാനിപ്പോൾ 2ാമത്തെ തൊട്ടാണ് നാട്ടിൽ ഇങ്ങോട്ട് വന്നപ്പോഴും ടർക്കിയിൽ തന്നെ വന്നത്. നല്ല സർവീസാണ്, ഫുഡും. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ടി വി ഒക്കെ നമുക്ക് കാണാം. ഹെഡ്സെറ്റ് ഉണ്ട്. പിന്നെ അവർക്ക് ഇതൊക്കെ കാണാം. എന്തായാലും ഞാൻ എന്തെങ്കിലും വിഷ്വലും നല്ലതൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ ടർക്കി എത്തിയിട്ട് കാണാം. ടർക്കി എത്തിയിട്ടും ടർക്കിയിലെ നല്ലൊരു റീലെടുക്കാൻ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബൈ. യെസ്, ലാൻഡിലായിരുന്നു. ഇപ്പോൾ ലോഞ്ചിലാണ്, നമുക്ക് കാണാൻ പറ്റും. ലോഞ്ചാണത്. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ വന്നപ്പോൾ ഒരു പ്ലേറ്റ് തീർത്തു. കുറച്ച് വീണ്ടും കഴിക്കണം. കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ഡെസേർട്ടൊക്കെ കഴിക്കണം. ഇവിടെ ആക്സസ് ചെയ്യാൻ വേണ്ടി സാഫിൻ്റെ ഒരു കാർഡുണ്ട്. അപ്പോൾ നിങ്ങളും പുറത്തേക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ കാർഡ് എടുക്കുന്നത് നല്ലതാണ്. ഒരു അക്കൗണ്ട് എടുത്ത കാർഡ് എടുക്കുക. 450 രൂപ കണ്ടാണ് സാഫിൻ്റെ ഈ കാർഡ്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എടുത്തത്. അത് 2ാമത്തെ തൊട്ടാണ്, ഞാൻ പറഞ്ഞില്ലേ, 2ാമത്തെ തൊട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ 2ാമത്തെ തൊട്ടാണ് ആക്സസ് ചെയ്യണത്. പിന്നെ മുംബൈയിലും ആക്സസ് ചെയ്തിട്ടുണ്ട്. അതിന് വേറെ കാർഡുണ്ട് എൻ്റെ കയ്യിൽ, കാനറ ബാങ്കിൻ്റെ കാർഡ്. ഇത് 0 ബാലൻസാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിൽ എഡിറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് വിഷ്വൽസ് എടുക്കാണ്ട്. ഇവിടുത്തെ ടർക്കി എയർപോർട്ട് അടിപൊളി എയർപോർട്ടാണ്. പിന്നെ ഞാൻ ഇതും കാണിച്ചു തരാം, ലോഞ്ചിലെ ഫുഡും ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട്. അപ്പോൾ എന്തായാലും ബൈ. പറഞ്ഞ പോലെ ശബ്ദം ചിലപ്പോൾ കുറവായിരിക്കും. എന്തോ എൻ്റെ മാഗ്നറ്റ് പോയി. അപ്പോൾ നാട്ടിൽ നല്ല മാഗ്നറ്റ് സെറ്റ് ചെയ്യണം. അതുകൊണ്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. അത് കറക്റ്റ് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. പിന്നെ പറഞ്ഞില്ലേ, ലോഞ്ചാണ്, അത്യാവശ്യം വലിയ ലോഞ്ചാണ്. ഇവിടെ സാധനമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. എന്തായാലും അത്യാവശ്യം നല്ല ലോഞ്ചാണ്. ഞാൻ നേരത്തെ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. പിന്നെ ഡെസേർട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ എല്ലാ സാധനവും ഞാൻ കഴിക്കില്ല. ഇത് അടിപൊളി സാധനം. കഴിഞ്ഞോട്ട് ഞാൻ കഴിച്ചായിരുന്നു.
പിന്നെ കുറച്ച് കേക്ക്സോ നല്ല കേക്ക്സ് കഴിക്കണം. പിന്നെ അവിടെ ജ്യൂസ് ഉണ്ട്, അത് അടിപൊളിയാണ്, അത്യാവശ്യത്തിന് അടിപൊളിയാണ്. പിന്നെ അവിടെയും ചൈനീസ് ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെയും ഫുഡ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അവിടെ നിന്ന് നേരത്തെ ഫുഡ് കഴിച്ചേ, എന്തായാലും നോക്കട്ടെ. പിന്നെ പറഞ്ഞില്ലേ അത്യാവശ്യം സെറ്റപ്പാണ് അവിടെ, ബൊഫേ സെറ്റപ്പാണ്. എന്തായാലും ഫുഡ് എടുത്തിട്ട് ഞാൻ വരാം. ഞാനിപ്പോൾ കുറച്ച് സ്വീറ്റ്സ് എടുത്തു, ഒരു ആപ്പിൾ എടുത്തു, പിന്നെ വെള്ളം എടുത്തു. പിന്നെ പറഞ്ഞില്ലേ കിടിലാണ്. അവിടെ അങ്ങനെ ഇരിക്കണം ഞാൻ. പിന്നെ പോകുമ്പോൾ അവിടുത്തെ സംഭവം കാണിച്ചു തരാം, അടിപൊളിയാണ് അവിടെ. അങ്ങനെ പിന്നെ പറഞ്ഞില്ലേ റീൽ എടുക്കണം, പക്ഷെ അത് ഇതൊക്കെ കഴിച്ചിട്ട് പോയി എടുക്കണം. എനിക്ക് 19 ഇതിനാണ്, 19 എന്ന് പറയുമ്പോൾ 8 കേട്ടോ, 17 അങ്ങനെ. പിന്നെ ഇവിടെ ടെറസും പരിപാടിയൊക്കെ ഉണ്ട്. ടർക്കിലൊക്കെ വരികയാണെങ്കിൽ ആരും എന്തെങ്കിലും ലോൺ ജാക്സ് ഉണ്ടെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അവിടെ ബാറുണ്ട്, ആൽക്കഹോൾ വൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്, കളിക്കാൻ സ്പേസൊക്കെ ഉണ്ട്. എന്തായാലും ഇത് കഴിച്ചിട്ട് വരാം. പിന്നെ അതുപോലെ നേരത്തെ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് കുറച്ച് ഫുട്ടേജ് എടുത്തായിരുന്നു, ഞാനിപ്പോൾ കാണിക്കാം. പിന്നെ കഴിക്കണം, നല്ല ഫുട്ടേജ് ആയിരുന്നു. റിഗ് ഫുള്ള് മഞ്ഞായിട്ടും പിന്നെ നല്ല ക്ലൗഡി സംഭവം. അപ്പോൾ ഫുട്ടേജ് കഴിക്കുന്നതിന് കാണുന്നുണ്ടാവാം. ആണല്ലേ ഏറ്റവും കൂടുതൽ സംഭവം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി. ഇപ്പോൾ ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാണ്ട് വേറെ വഴിയില്ല. ശരിക്കും ഞാനൊരു ഇൻട്രോവേർട്ടാണ്. അപ്പോൾ പക്ഷേ ഇടയ്ക്കുണ്ടാവും ഇങ്ങനത്തെ സിറ്റുവേഷനിൽ, അതായത് ഇത്ര സൗണ്ട് കുറച്ച് സംസാരിക്കണം, സൗണ്ട് കുറവായിരിക്കും. ചെല്ലുമ്പോൾ നമുക്കറിയില്ല, അത് ചെല്ലുമ്പോൾ ആ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇത് നിന്നിട്ട് എഡിറ്റ് ചെയ്തിട്ട് സംഭവം നോക്കാം. ഓക്കെ, എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഇവിടെ ഇത് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഇവിടെ എൻട്രൻസ്. പിന്നെ അവിടെ ഏരിയ ഉണ്ട്. ഇപ്പോൾ ഗേറ്റ് നമ്പർ നോക്കണം, അതോ 7-5 വരുള്ളൂ. പിന്നെ പറയല്ലേ അടിപൊളിയാണ് ഇവിടെ, ഇങ്ങനെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ എന്തിട്ടാ ഞാൻ പറഞ്ഞില്ലേ റീലെടുക്കണം, പക്ഷെ ഇതെങ്ങനെയാണ് നോക്കണം. ഗേറ്റ് കണ്ടെത്തണം, റീലെത്തണം, ഇല്ല റീലെടുക്കണം. ടെൻഷനായി കാരണം പിന്നെ പിക്ചറൊക്കെ ഉണ്ട്, ഇവിടുത്തെ ഹിസ്റ്ററി ആണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല പെയിൻറ്റിങ്സ് ആണോ എന്താണെന്നൊന്നും മനസ്സിലാവില്ല. എന്തായാലും ഒന്ന് പുറത്തിറങ്ങട്ടെ. എൻ്റെ ഗേറ്റ് 7:05 വരാം. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ 7:05 പിന്നെ ഞാൻ പറഞ്ഞ റീല് എടുക്കണം, ഫുട്ടേജ് കുറച്ച് എടുക്കണം. സാധനം നോക്കി വെച്ചിട്ടുണ്ട്, അത് വരണം, അതുപോലെ എടുക്കണം. എന്തായാലും ഇതാണ് നമ്മൾ ലോഞ്ച് IGA. അപ്പോൾ എന്തായാലും ഇനി ഗേറ്റ് കണ്ടെത്തണം, അവിടെ പോയി ഇരുന്നിട്ട് കാണാം. പിന്നെ ആരെങ്കിലും ടർക്കിയിൽ വരികയാണെങ്കിൽ ഇതാണ് ലോഞ്ച്, മുകളിലാണ്. മുകളിൽ വേറെ എന്തോ സ്പായും പരിപാടികളൊക്കെ ഉണ്ട്. വേണ്ട IGB. നിങ്ങൾ ട്രാൻസ്ഫറൊക്കെ ആണെങ്കിൽ കുറച്ചധികം ഇങ്ങോട്ട് നടന്ന് വരാണ്ട്. പിന്നെ എല്ലായിടത്തും ബോർഡുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പറഞ്ഞില്ല നല്ല രസമാണ് ഇത് കാണാൻ, ഒരുപാട് ഷോപ്സ്, അത്യാവശ്യം വലിയൊരു എയർപോർട്ടാണിത്. പിന്നെ ഇവിടെ കുറേ ഫുഡ് കോർട്ട്സും ഉണ്ട്, ടർക്കിഷ് സംഭവങ്ങളും, പിന്നെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ബ്രാൻഡ്സും ഒരു എല്ലാ സാധനങ്ങളും ഉണ്ട്, എല്ലാ കടകളും എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഗേറ്റ് കണ്ടു കുറേ വട്ടം റിപ്പീറ്റ് ഉണ്ട് പല കാര്യങ്ങളും. അതും ഗ്രാജുവലി മാറുമെന്ന് തോന്നുന്നു, പക്ഷേ അങ്ങനെ വിചാരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ പോട്ടെ എന്ന് വിചാരിച്ചാൽ. എന്തായാലും ഞാൻ റീൽ എടുക്കട്ടെ, റീൽ എടുക്കാനുള്ള ഫുട്ടേജ് എടുക്കട്ടെ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരും. സമയം തോന്നുന്നു 9 മണി സമയമായി ഇവിടെ ഗേറ്റ് അറിയാൻ വേണ്ടി. അപ്പോൾ എന്തായാലും നോക്കട്ടെ. അപ്പോൾ ഇത് കണ്ടെത്തി ഗേറ്റ് D12. എന്തായാലും മുംബൈയിൽ എത്തിയിട്ട് കാണാം. പിന്നെ എടുക്കണമെന്നില്ല, ചെന്ന് കിടന്ന് ഉറങ്ങും. ബിക്കോസ് നാളെ രാവിലെ തന്നെ കല്യാണത്തിനാവും, ക്ഷീണം വന്നാൽ പണി കിട്ടും. അപ്പോൾ എന്തായാലും മുംബൈ 5 മണിക്ക് ലാൻഡ് ആവും. പിന്നെ അവിടെ നിന്ന് 8 മണിക്കാന്ന് തോന്നുന്നു, പിന്നെ 10 മണിക്ക് എത്തും. അപ്പോൾ എന്തായാലും ഇനി ചിലപ്പോൾ കൊച്ചിയിൽ ഈട്ടായിരിക്കും ചിലപ്പോൾ അടുത്ത വീഡിയോ ഉണ്ടാവും, പറയാൻ പറ്റില്ല. ഇങ്ങനെയാണ് എൻ്റെ ഫ്ലോ നോക്കിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ബൈ. മുംബൈ എത്തി, ഇപ്പോൾ പെട്ടി കളട്ടാൻ നിൽക്കുക. കുറേ തിരക്കുള്ളതുകൊണ്ട് സമയം എടുക്കും തോന്നുന്നു. 8:10 ഫ്ലൈറ്റ്, പുറത്തേക്ക് ഇറങ്ങണം. ഡൊമസ്റ്റിക് എന്നുള്ള സംഭവമാണ്, സെപ്പറേറ്റ് ഫ്ലൈറ്റാണ്. എന്തായാലും ഇത് കളക്ട് ചെയ്തിട്ട് കാണാം. മുംബൈയിലെത്തി, നേരെ ലോഞ്ചിക്ക് ഓടി വന്നു. എനിക്കൊന്ന് ഫ്രഷ് ആവണമായിരുന്നു. പിന്നെ ഫുഡ് കുറേ നാൾക്ക് ശേഷം ഇഡ്ഡലിയും വടയും കഴിക്കണേ. കുറേ സാധനങ്ങളുണ്ട് അവിടെ, കാണിക്കാൻ സമയമില്ല. ബിക്കോസ് 7:25 വേഗം പോകണം, കഴിച്ചിട്ട് വേഗം പോവും. എന്തായാലും ഇനി നാട്ടിലെത്തിയിട്ട് കാണാം. നാട്ടിലെത്തിയിട്ട് ആരും പിക്ക് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് നമ്മൾ കല്യാണത്തിൻ്റെ തിരക്കിലാണ് എല്ലാവരും. ചിലപ്പോൾ ഞാൻ ഊബർ ബുക്ക് ചെയ്ത് പോവും,
അല്ലെങ്കിൽ മേ ബി ഐ വിൽ ബസ്സിനായിരിക്കും പോണേ. കൊടകര വണ്ടി ഇട്ടുണ്ട്, നമ്മളെ വണ്ടി അവിടെ എടുക്കുന്നുണ്ട്. വണ്ടി എടുത്തിട്ട് ഇന്ന് പോകണം കല്യാണത്തിന്. ഡ്രസ്സ് മാറണം, ചിലപ്പോൾ ഡ്രസ്സ് മാറും അല്ലെങ്കിൽ അറിയില്ല. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഒരു സന്തോഷം. എന്തായാലും കഥകളൊന്നും പറയാനില്ല, ഞാൻ കഴിച്ചിട്ട് ഓടിപ്പോണം. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കൊടുത്തിട്ടുണ്ട്, അത് പിന്നെ ഇപ്പോൾ അവിടെ പോയോടുകൂടി ഇപ്പോൾ അത് ശീലമായി, ഫ്രൂട്ട്സും വെജിറ്റബിൾസും. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് നീ നാട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ നാട്ടിലെത്തി, ഭയങ്കര സന്തോഷം. അവിടെ മലയാളം കാണുന്നുണ്ടോയെന്നറിയില്ല. ഇനി എന്തായാലും ബാഗ് എടുക്കണം. ബാഗ് എടുത്തിട്ട് ചിലപ്പോൾ ഡ്രസ്സ് മാറും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ തന്നെ പോവും. അതൊരു മൂഡ് പോലെ ഇരിക്കും, അറിയില്ല. ഇങ്ങനെ ചിലപ്പോൾ താടിയും ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇതോടുകൂടെ എൻ്റെ ആവും. എൻ്റെ കല്യാണം അവിടെ എത്തിയിട്ട് വേറെ ആയിരിക്കും വീഡിയോ വരാൻ പോണേ. ഇങ്ങനെ എൻ്റെ ഫ്ലോ ഇങ്ങനെ നോക്കിയിട്ട് ഇപ്പോൾ തന്നെ ഒരു 15 മിനിറ്റോളമായി. നോക്കട്ടെ. നേരെ എയർപോർട്ടിൽ നിന്ന് ഞാൻ കൂട്ടുകാരെ അവിടെ പോയി ഫ്രഷ് ആയി. പിന്നെ താടി മുടിയൊക്കെ കിട്ടി, ഡിഫറൻസ് കാണാം. പിന്നെ കോസ്റ്റ്യൂം കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇപ്പം ഇവിടെ പരിപാടിയൊക്കെ ഒരു വിധം തീരാറായി. ഇതാണ് ഇവിടെ പള്ളി, ഇവിടെ വെണ്ടൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ട്. കസിൻസ് 2-3 പേരില്ല. ബൈക്ക് എൻ്റെ ചേച്ചിയും പിന്നെ എൻ്റെ വേറൊരു ചേച്ചിയും ചേട്ടനും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇനി പിന്നെ കുറച്ച് ക്ലിപ്സ് എടുത്ത് എൻ്റെയും ലെങ്ത്തായി. പിന്നെ ഒന്നും സംസാരിക്കാനും വലിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ എൻ്റെ ആയിരിക്കും കുറച്ച് കാണിച്ചു തന്നിട്ട്. അപ്പോൾ എന്തായാലും കല്യാണ വിശേഷങ്ങളാണ്. അപ്പോൾ ഗൈസ്, ചേട്ടൻ്റെ കല്യാണത്തിനെത്തി. ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ, ഇത് നമ്മുടെ കസിൻസാണ്. അപ്പോൾ എന്തായാലും ഇവർക്കൊരു വിഷ്. ഇത് പപ്പു, ഇത് ക്രിസ്റ്റീന, ഇതെൻ്റെ ചേച്ചി, ഇത് ഗീതു, ഇത് ചെപ്പുചേട്ടൻ, ഇതാളുടെ വൈഫ് അഞ്ജന, ഇതാളുടെ മോൻ. അപ്പോൾ എന്തായാലും ഇതോടുകൂടി ഇത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം. ബൈ.